വളരെ കുറഞ്ഞ ചിലവിൽ ഒരു ദിവസം കൊണ്ട് നമ്മുടെ KSRTC ബസ്സിൽ തെങ്കാശിക്ക് പോയിട്ട് സൂര്യകാന്തി പാടവും തിരുമല കോവിലും ഒക്കെ തന്നെ കണ്ടുവന്നാലോ. അപ്പോഴേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തിരുവല്ല KSRTC ബസ് സ്റ്റാൻഡിന് അകത്താണ്. ഏകദേശം സമയം എന്ന് പറയുന്നത് 4:53 ആയിട്ടുണ്ട്. ഇവിടുന്ന് 5 മണിക്ക് കോട്ടയത്തു നിന്ന് വരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ ഈ ബസ്സിലാണ് നമ്മളിന്ന് തെങ്കാശിക്ക് പോകുന്നത്. 5:10 കൂടിയിട്ട് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. കോട്ടയം ഡിപ്പോയുടെ RPE 672 ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. കോട്ടയത്ത് നിന്ന് രാവിലെ 4:10 പുറപ്പെടുന്ന നമ്മുടെ ഈ ബസ് ചങ്ങനാശ്ശേരി വഴി തിരുവല്ലയിൽ എത്തുമ്പോഴത്തേന് ഏകദേശം 5 മണിയോളം ആകും. ഇവിടെ നിന്ന് നേരെ ചെങ്ങന്നൂർ പന്തളം വഴി അടൂരെത്തുകയും അവിടുന്ന് പത്തനാപുരം പുനലൂര് വഴി തെന്മല ആര്യങ്കാവ് ചെങ്കോട്ട വഴി തെങ്കാശിയിലെത്തുന്നു. 4 മണിക്കൂറോളം നീണ്ടിരിക്കുന്ന യാത്ര. രാവിലെ ഒരു 9 മണിയോടടുത്ത് നമ്മൾ തെങ്കാശി സ്റ്റാൻഡിലെത്തും. കോട്ടയം ഡിപ്പോയുടെ ഇന്റർസ്റ്റേറ്റ് സർവീസിൽ പെർമിറ്റുള്ള ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണിത്. തെങ്കാശിക്ക് കൂടുതലായിട്ട് ഈ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ് സർവീസ് നടത്തുന്നതാണ് എനിക്ക് തോന്നുന്നത്. സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ ഒന്നും തന്നെ ഞാൻ കണ്ടില്ല. വെളുപ്പിനെ ആയതുകൊണ്ട് റോഡിലൊന്നും തന്നെ വലിയ തിരക്കില്ല. തിരുവല്ലയിൽ നിന്ന് തെങ്കാശിക്ക് 158 രൂപയോളമാണ് നമുക്ക് ടിക്കറ്റ് ആകുന്നത്. ഓൺലൈനായിട്ടും നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പോൾ ഏകദേശം 170ഓളം രൂപ നമുക്ക് വരും. ഓൺലൈൻ KSRTC swift.com വഴിയും അതുപോലെ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ KSRTC നിയോ ആപ്പ് ഉപയോഗിച്ചും നമുക്ക് ടിക്കറ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പം പന്തളത്തെത്തിയിരിക്കുകയാണ്. തെങ്കാശിയിലേക്കും അവിടുന്ന് തിരിച്ചും ധാരാളം സർവീസുകളാണ് നമ്മുടെ KSRTC നടത്തുന്നത്. പുനലൂർക്കും പത്തനംതിട്ടയ്ക്കും അതുപോലെ തന്നെ കൊട്ടാരക്കര കൊല്ലത്തിനും ഒക്കെ തന്നെ ധാരാളം ബസ് തെങ്കാശിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ തന്നെ ലഭിക്കും. അതിനാൽ ബസ് ഇല്ലെന്നുള്ളൊരു പേടി വേണ്ടേ വേണ്ട. എപ്പോഴും ബസ്സുണ്ട്. KSRTCയുടെ സർവീസുകൾ മാത്രമല്ലാതെ TNSTCയുടെയും ബസ് സർവീസുകൾ ധാരാളമായി കേരളത്തിലേക്കുണ്ട്. നേരം പരപരാ വെളുത്ത് വരുന്നതേ ഉള്ളൂ. ഇപ്പോഴ് നമ്മൾ അടൂര് കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടുന്ന് നേരെ പത്തനാപുരത്തിനാണ് നമ്മളിനി പോകുന്നത്. അവിടെ നിന്നും പുനലൂര് വഴി തെങ്കാശിക്ക്. വെളുപ്പായതിനാൽ ബ്ലോക്ക് ഒക്കെ തന്നെ തീരെ കുറവാണ്. അപ്പം നമ്മൾ ഓൺ ടൈമിൽ തന്നെ നമ്മൾ അങ്ങെത്തും. അശോക് ലൈലാൻഡിന്റെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് ഇത്. ചില നേരത്ത് ഇതിന്റെ പോക്ക് കാണുമ്പോഴേ ഞാൻ വിചാരിക്കും ഇത് സൂപ്പർ ഫാസ്റ്റ് ബസ്സാണെന്ന്. ഹോട്ട് സീറ്റ് ഇരുന്ന് പോകുമ്പോഴേ അത് അത്രയ്ക്ക് ഫീൽ ആകും അല്ലേ. ഏകദേശം 6:20 നമ്മൾ പത്തനാപുരത്ത് എത്തിയിരിക്കുകയാണ്. പത്തനാപുരം സ്റ്റാൻഡിലോട്ടാണ് നമ്മളിപ്പം പോകുന്നത്. അങ്ങനെ നമ്മളിതേ പുനലൂര് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഈ ടൗണിൽ നിന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ചെങ്കോട്ട തെങ്കാശി റോഡാണ് കേട്ടോ ഇത്. നമ്മുടെ സ്വകാര്യ വാഹനങ്ങളിൽ വരികയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് പോകാം. നമ്മൾ KSRTC ബസ്സിലാണ് വന്നത്. അതിനാൽ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ കയറിയിട്ട് മാത്രമേ ഈ റൂട്ട് പിടിക്കത്തുള്ളൂ. ഈ കാണുന്നതാണ് നമ്മുടെ തൂക്കുപാലം. പുനലൂർ തൂക്കുപാലമാണ് നമ്മൾ ഈ കാണുന്നത്. ഇങ്ങോട്ട് വരുമ്പോഴേ നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. മഴയായതിനാൽ ഗ്ലാസ്സിൽ വെള്ളം നിൽക്കുന്നതിനാലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കാതെ. ഈ പാലത്തിന് താഴെക്കൂടെ ഒഴുകുന്നത് ശാന്തമായിട്ട് ഈ ഒഴുകുന്നത് കല്ലടപ്പുഴയാണ് കേട്ടോ. ഈ കല്ലടപ്പുഴയ്ക്ക് തീരത്തായിട്ടാണ് നമ്മുടെ ഈ KSRTC പുനലൂര് KSRTC ബസ് സ്റ്റാൻഡും സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ 6:45 കൂടിയിട്ട് നമ്മുടെ പുനലൂര് സ്റ്റാൻഡിൽ KSRTCയുടെ സ്റ്റാൻഡിൽ വന്നിരിക്കുകയാണ്. പുനലൂര് സ്റ്റാൻഡിൽ നിന്നുണ്ടല്ലോ ധാരാളം ബസ്സുകൾ തെങ്കാശിക്ക് കിട്ടും. എപ്പോഴും പുനലൂർക്കും തിരിച്ചും ബസ്സുണ്ട്. നമ്മൾ ഓൺലൈനിൽ ചെക്ക് ചെയ്യുമ്പോഴുണ്ടല്ലോ റിസർവേഷനുള്ള ബസ്സുകളുടെ ലിസ്റ്റ് മാത്രമേ കാണിക്കത്തുള്ളൂ. റിസർവേഷൻ ഇല്ലാത്ത ഫാസ്റ്റും അതുപോലെ തന്നെ ഓർഡിനറിയും ധാരാളമായിട്ട് ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നുണ്ട്. അതുകൂടാതെ തന്നെ TNSTCയുടെ ബസ്സും ഉണ്ട്. നമ്മുടെ മുമ്പിലായിട്ട് ഈ കാണുന്നതാണ് പുനലൂര് തൂക്കുപാലം. കല്ലടയാറിന് കുറുകെ തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാളിന്റെ കാലത്ത് നിർമ്മിച്ച പാലമാണ് ഇത്. 1880കളിലാണ് ഇത് ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തത്. നമ്മുടെ KSRTC സ്റ്റാൻഡിന് തൊട്ടടുത്തായിട്ടാണ് പുനലൂര് തൂക്കുപാലം ഉള്ളത്. കൊല്ലം മധുര ദേശീയപാതയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. NH 744. നമ്മൾ വന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് നമ്മുടെ മുമ്പിൽ ഈ കിടക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഉറുകുന്നെന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. രാവിലത്തെ ഭക്ഷണമൊക്കെ ഇവിടെ ഒരു ഹോട്ടലിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് കോട്ടയം ഡിപ്പോയുടെ RPE 672 ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ്. ഇത് നല്ല രസമുണ്ടല്ലേ കാണാൻ. നമ്മളുടെ യാത്രയിൽ ഒരു വലിയൊരു ലോറി മറിഞ്ഞു കിടക്കുന്ന കണ്ടോ. സൈഡ് കൊടുത്തതാണ് തെന്നി താഴോട്ട് പോയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ ഈ യാത്രയിൽ നമുക്ക് ഇവിടെയൊക്കെ കാണാനായിട്ട് സാധിക്കും. നമ്മളിപ്പം തെന്മല എത്തിയിരിക്കുകയാണ്. നമ്മുടെ ബസ് തെന്മല എത്തിയിരിക്കുകയാണ്. ഇതാണ് തെന്മല ടൗൺ. അത്യാവശ്യം വലിയൊരു നഗരം. ഈ മുമ്പിലായിട്ട് കാണുന്ന കണ്ടോ TNSTCയുടെ ബസ്.
ഇവിടുന്ന് അകത്തോട്ട് പോകുമ്പോഴാണ് തെന്മല റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. തെന്മല റെയിൽവേ സ്റ്റേഷൻ റോഡും ഒക്കെ തന്നെ അടുത്തടുത്തായിട്ട് കിടക്കുന്നത്. നമ്മുടെ പാരലായിട്ട് തന്നെയാണ് ട്രെയിൻ പോകുന്നത്. ഈ ഇടത് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ റൂട്ടിലെ കാഴ്ചകൾ തുടങ്ങുന്നത് തെന്മലയിൽ നിന്നാണ്. അതിമനോഹരമായ പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വരയിലൂടെയാണ് നമ്മുടെ ബസ് നമ്മളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തിക്ക് ഫോറസ്റ്റ് ആണ് നമുക്ക് ഇവിടൊക്കെ തന്നെ കാണാനായിട്ട് സാധിക്കുന്നത്. അത്രയ്ക്ക് മനോഹരമായ ഒരു ഇടം കൂടെയാണ് നമ്മുടെ തെന്മല കഴിഞ്ഞിട്ടുള്ള ആ പാത, ദേശീയപാത എന്ന് പറയുന്നത്. തെങ്കാശിക്ക് പോകുന്ന വഴിക്ക് ഈ ദേശീയപാത 220 ഒരുപാട് കാഴ്ചകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതിലൊന്നാണ് നമ്മളിത് ഈ കാണുന്ന 13 കണ്ണറ പാലം എന്ന് പറയുന്നത്. പണ്ട് മീറ്റർ ഗേജ് ആയിരുന്ന സമയത്ത് കമ്പിയും സിമെന്റും ഒന്നുമില്ലാതെ പണിഞ്ഞ പാലം. തിരുവിതാംകൂറിലെ ആദ്യത്തെ മീറ്റർ ഗേജ് പാത 1890 പണി തുടങ്ങിയിട്ട് 1904 പണി പൂർത്തിയായതിനു ശേഷം ഇതുവഴി ട്രെയിൻ ഓടുന്നത്. അന്നത്തെ മീറ്റർ ഗേജ് ട്രെയിൻ ഓടിയത് നമ്മൾ സ്വകാര്യ വാഹനത്തിലാണ് വരുന്നതെങ്കിൽ ഇവിടെയൊക്കെ നിർത്തിയിട്ട് നമുക്കിതൊക്കെ കണ്ടിട്ട് കാഴ്ചകൾ ഏറെയും കണ്ട് ഇതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് നമുക്ക് പോകാമായിരുന്നു. നമ്മൾ ഒരുപാട് റീലുകളിലൊക്കെ കണ്ട ആ 13 കണ്ണറ പാലമാണ് ഇപ്പം കഴിഞ്ഞത്. അത്രയ്ക്ക് മനോഹരമായ കാഴ്ചകളാണ് ഈ വഴിക്ക് നമ്മളെ കാത്തിരിക്കുന്നത്. ഇവിടെ അടുത്തായിട്ട് തന്നെയാണ് പാലരുവി വെള്ളച്ചാട്ടവും ഉള്ളത്. പാലരുവി വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മുടെ ബസ്സിൽ നമുക്ക് പോകാനായിട്ട് സാധിക്കും. അവിടെ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ, അവിടെ നിർത്തും. അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ് ഈ പാലരുവി വെള്ളച്ചാട്ടത്തിലേക്ക്. ഇന്ന് നമ്മൾ പാലരുവി വെള്ളച്ചാട്ടത്തിൽ പോകുന്നില്ല, നമ്മൾ നേരെ പോകുന്നത് തെങ്കാശിക്കാണ്. നമ്മൾ ആര്യങ്കാവ് എത്തിയിരിക്കുകയാണ്. ഇതാണ് ആര്യങ്കാവ്, ചെറിയൊരു വലിയൊരു ബോർഡർ നഗരം അല്ലേ. ക്യാമറകളൊക്കെ തന്നെ കിളിക്കുഞ്ഞിനെ പോലെ മുകളിൽ നിന്ന് നമ്മളെ നിരീക്ഷിക്കുന്നത് ക്യാമറകളാണെന്ന് തോന്നുന്നു കേട്ടോ. അത്യാവശ്യം നല്ലൊരു ചെറു പട്ടണമാണ് ആര്യങ്കാവ്. അങ്ങ് ദൂരെ പശ്ചിമഘട്ട മലനിരകളിലെ കോട ഇറങ്ങി നിൽക്കുന്ന കാഴ്ച ഉണ്ടോ, അതിമനോഹരമായ കാഴ്ച അല്ലേ. നമ്മളുടെ മുമ്പിൽ നമ്മൾ ഈ കാണുന്നതാണ് കേരള തമിഴ്നാട് ബോർഡർ കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് തമിഴ്നാടാണ്. പണ്ട് ഇവിടുന്ന് ചെങ്കോട്ട വരെ കേരളത്തിൻ്റെ അധീനതയിലായിരുന്നു. നമ്മുടെ കന്യാകുമാരിയും അതുപോലെ തന്നെ ചെങ്കോട്ടയുടെ ഭാഗങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ പാലക്കാട് കേരളത്തിൻ്റെ ഭാഗമാക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ടെ കാലാവസ്ഥയും മാറുകയാണ്. ദേശീയപാത 744 ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉള്ള സ്ഥലമാണ് ഈ എസ് വളവ് എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ടല്ലോ വാഹനങ്ങൾ തിരിഞ്ഞ് നല്ലൊരു ഹെയർ ബെൻഡാണിത്. വാഹനങ്ങൾ തിരിഞ്ഞു പോകുമ്പോഴും കയറുമ്പോഴും ഒക്കെ തന്നെ ഒരു വാഹനത്തിന് മാത്രമേ പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്കുള്ള ചെറു വാഹനങ്ങളൊക്കെ തന്നെ കയറ്റുമ്പോഴേ ബ്ലോക്കുകൾ, ഗതാഗത കുരുക്കുകളൊക്കെ തന്നെ സൃഷ്ടിക്കുന്ന ഒരു സ്ഥലം കൂടെയാണ് ഇവിടെ. നോക്കിക്കേ, വലിയൊരു എസ് വളവ് തന്നെയാണ് ഇത് കേട്ടോ. തിരിച്ചു വരുമ്പോഴേ നമ്മൾ കയറി വരുമ്പോഴാണ് നമുക്കതിൻ്റെ ഫീല് മനസ്സിലാകുന്നത്. റെയിൽവേ പാലത്തിന് അടിയിലൂടെയാണ് നമ്മളിനി പോകുന്നത്. ഇത് കണ്ടോ, നമ്മൾ മുമ്പേ കണ്ട റെയിൽവേ പാളമാണ് നമ്മളിപ്പം കാണുന്നത്. കണ്ടോ, ഒരു വണ്ടി വരുമ്പോൾ മറ്റൊരു വണ്ടി അവിടെ നിർത്തിയിടും, അല്ലെങ്കിൽ ബ്ലോക്ക് ഉണ്ടാകും, ഉറപ്പാണ്. നമ്മുടെ ഈ യാത്രയിൽ തമിഴ്നാട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അതിമനോഹരമായ കാഴ്ച സമ്മാനിക്കുന്ന ഒരു ഇടത്തൂടെയാണ് നമ്മൾ പോകുന്നത്. അങ്ങ് ദൂരെ പശ്ചിമഘട്ട മലനിരകളാണ് നമ്മൾ കാണുന്നത്. ഇങ്ങ് താഴെയായി പച്ച പുതിച്ച് നിൽക്കുന്ന നെൽപ്പാടങ്ങളും. നമ്മളുടെ സ്വകാര്യ വാഹനത്തിലാണ് നമ്മൾ വരുന്നതെങ്കിലുണ്ടല്ലോ നമുക്കിവിടെ വന്ന് ഏറെ സമയം ചെലവഴിച്ചിട്ട് പോകാനായിട്ട് സാധിക്കും. നോക്കിക്കേ, എത്ര മനോഹരമായ ഒരു സ്ഥലത്തൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. തെങ്ങും തോപ്പുകളൊക്കെ തന്നെ നമുക്ക് കാണാം. ഇങ്ങ് നെൽപ്പാടങ്ങൾ, പച്ച പുതച്ചിരിക്കുന്ന കാഴ്ച, പ്രകൃതിയുടെ സൗന്ദര്യം ആവോളം ആസ്വദിച്ച് നമുക്ക് തമിഴ്നാടിൻ്റെ മണ്ണിലൂടെ നമ്മളിങ്ങ് പോകുമ്പം ഇത് കേരളമാണോ എന്ന് നമ്മൾ സംശയിച്ചു പോകും. അത്രയ്ക്ക് മനോഹരമായ ഒരു സ്ഥലത്തൂടെയാണ് പോകുന്നത്. അതെ, കേരളത്തിൻ്റെ ഭാഗമായിരുന്നു ഇന്ന് തമിഴ്നാടിൻ്റെ ഭാഗമായ സ്ഥലത്തൂടെയാണ് നമ്മളിപ്പം പോകുന്നത്. നമ്മൾ ചെങ്കോട്ട എത്തിയിട്ടുണ്ട് കേട്ടോ. ചെങ്കോട്ട ടൗണിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ ചെങ്കോട്ടയിലെ തിരക്കുകളൊക്കെ തന്നെ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഈ കാണുന്നതാണ് ചെങ്കോട്ട ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്നാണ് തിരുമല കോവിലേക്കുള്ള ബസ് സർവീസുകളൊക്കെ തന്നെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാൽ നമ്മളിപ്പോൾ ചെങ്കോട്ട ഇവിടെ ഇറങ്ങുന്നില്ല കേട്ടോ. നമ്മൾ നേരെ പോകുന്നത് തെങ്കാശിക്കാണ്. തെങ്കാശി എത്തി അവിടെ നിന്ന് നമ്മൾ സുന്ദരപാണ്ഡിപുരം പോകും. അവിടെയാണ് സൂര്യകാന്തി തോട്ടം ഉള്ളത്, സൂര്യകാന്തി പാടം ഒക്കെ തന്നെ ഉള്ളത്. അപ്പോൾ നീണ്ട നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ തെങ്കാശി എത്തിയിരിക്കുകയാണ്. മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ പ്രിയമുള്ള ഒരു സ്ഥലം കൂടെയാണ് തെങ്കാശി. എങ്ങനെയെന്നല്ലേ, വിഷു വന്നാലും ക്രിസ്മസ് വന്നാലും ന്യൂ ഇയർ വന്നാലും തെങ്കാശി ഇല്ലാതെ മലയാളികൾക്ക് എന്താഘോഷം, പടക്കങ്ങൾ എന്നും ഒരു വീക്ക്നെസ് ആയിരുന്നു. അതുപോലെ തന്നെ സിനിമാ ലൊക്കേഷൻ, സിനിമാ ഷൂട്ടിങ്ങുകാരുടെ ഇഷ്ട ലൊക്കേഷൻ കൂടെയാണ് തെങ്കാശി. തെങ്കാശിയിൽ ധാരാളം സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. തെങ്കാശിയിൽ അതുപോലെ കാഴ്ചകൾ ഏറെയാണ്. അങ്ങനെ ഏകദേശം നീണ്ട 4 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ തെങ്കാശി ന്യൂ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ന്യൂ ബസ് സ്റ്റാൻഡ് കേട്ടോ. ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വരും. വലിയൊരു ബസ് സ്റ്റാൻഡ് തന്നെയാണ് തെങ്കാശി ന്യൂ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഓൾഡ് സ്റ്റാൻഡ് വേറെയുണ്ട്. ഇവിടുന്ന് ഏകദേശം 1.5-2 കിലോമീറ്റർ. നമ്മുടെ KSRTC ഒക്കെ തന്നെ എപ്പോൾ വന്നാലും ന്യൂ ബസ് സ്റ്റാൻഡിൽ കാണും.
ദേ ഞാൻ ബസ് ഇറങ്ങി. നമ്മളിപ്പം നിൽക്കുന്നത് തെങ്കാശി ന്യൂ ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ നിന്നാണ് സുന്ദരപാണ്ഡ്യപുരം സുരുണ്ടയ്ക്കൊക്കെ തന്നെ ബസ് സർവീസുകൾ ഏറെയുള്ളത്. ഇവിടെ തന്നെ 3 സ്റ്റാൻഡാണ് ഉള്ളത്. ദേ ഇവിടെ നിന്ന് ദേ അങ്ങേ അറ്റത്ത് കാണാൻ അവിടെയായിട്ടാണ് നമുക്ക് പോകേണ്ടത്. അവിടെ നിന്ന് ദേ ഈ കാണുന്ന 31F വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. ഇത് സുരണ്ടയ്ക്കുള്ള ബസ്സാണ് കേട്ടോ. സുന്ദരപാണ്ഡ്യപുരം വഴിയാണ് ഇത് പോകുന്നത്. അങ്ങനെ ഞാൻ ബസ്സിൽ കയറി കേട്ടോ. ബസ്സിൽ നല്ല തിരക്കാണ് എപ്പോഴും. ഓരോ 30 മിനിറ്റ് കൂടുമ്പോഴും ഇവിടെ നിന്ന് സുന്ദരപാണ്ഡ്യപുരത്തിന് ധാരാളം ബസ്സുകൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഒരാൾക്ക് 12 രൂപയാണ് സുന്ദരപാണ്ഡ്യപുരത്തേക്കിന് ടിക്കറ്റ് ആകുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലുണ്ടല്ലോ ഈ ബസ്സിലെ ഡ്രൈവറോടും കണ്ടക്ടറോടും ഒക്കെ തന്നെ ചോദിച്ചാലേ അവർ പറഞ്ഞു തരും. അതുകൂടാതെ നമ്മൾ ഈ സഞ്ചരിക്കുന്ന ബസ്സിൽ ദേ ഇങ്ങനൊരു ഫീച്ചറും കൂടെ ഉണ്ട്. ദേ കേട്ടു നോക്ക്. അടുത്ത വരാനിരിക്കുന്ന സ്റ്റോപ്പ് ഏതാണോ അത് ഇവർ പറയും. കൊള്ളാം അല്ലേ? നല്ല രസമുണ്ട്. നമ്മുടെ നാട്ടിലെ ബസ്സിൽ കൂടെ ഈ ഫീച്ചേഴ്സൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നേനെ. നഗര കാഴ്ചകൾ ഒക്കെ തന്നെ മാറി. ഇനി ഗ്രാമീണ കാഴ്ചകളാണ്. ദേ ഇവിടെ നോക്കിക്കേ, തെങ്ങും തോപ്പുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് തൊട്ടടുത്തായിട്ട് വലിയൊരു തടാകവും. ഇവിടെ ധാരാളം ആളുകൾ നിർത്തുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടല്ലോ ചുവന്നുള്ളിയൊക്കെ റോഡിലിട്ട് വിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കാറുകളൊക്കെ തന്നെ മലയാളികളുടെയാണ് കേട്ടോ. നമ്മുടെ മുമ്പിലായിട്ട് ദേ ഈ കാണുന്ന പാറയാണ് അന്യൻ പാറ. അന്യൻ സിനിമയിലെ ആ പാട്ടുരംഗമില്ലേ, അത് ചിത്രീകരിച്ചത് ഇവിടെയാണ്. നമ്മൾ ഇടത് സൈഡിലായതുകൊണ്ട് അത്രയ്ക്ക് കാഴ്ചകൾ കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ അന്യൻ പാറ നല്ല രീതിയിൽ തന്നെ കാണിക്കുന്നതായിരിക്കും. അങ്ങനെ ഞാൻ ദേ ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. ആദ്യം കണ്ട സൂര്യകാന്തി പാടത്തിലേക്കാണ് ഞാൻ പോകുന്നത്. ഇത് ആശുപത്രി സ്റ്റോപ്പ് എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ സ്റ്റോപ്പുകളിൽ നിന്നെങ്കിൽ മാത്രമേ ബസ് നിർത്തത്തുള്ളൂ കേട്ടോ. അവിടെ നിന്ന് കൈ കാണിച്ചാൽ ഒന്നും നിർത്തത്തില്ല. നമ്മൾ തെങ്കാശിയിൽ നിന്ന് വന്ന വഴിയാണ് ഈ കാണുന്നത്. നേരെ സുരണ്ടയ്ക്ക് പോകുന്ന ആ വഴിയാണ് ദേ ഈ കാണുന്നത്. ദേ ഇവിടെ ഇടത് സൈഡിലായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. റോഡ് സൈഡിലായിട്ട് എഴുതി വെക്കും സൺഫ്ലവർ എന്ന്. സൂര്യകാന്തി തോട്ടം ഉള്ളിടത്തെല്ലാം ഉണ്ടല്ലോ ദേ ഇങ്ങനെ എഴുതി വെക്കും കേട്ടോ. ഈ മണ്ണിട്ട വഴിയിലൂടെയാണ് നമുക്ക് നടന്നു പോവേണ്ടത്. കുറച്ച് ഉള്ളിലായിട്ടാണ് നമ്മൾ പോവേണ്ട ആ സൂര്യകാന്തി പാടം ഉള്ളത്. നമ്മളിങ്ങനെ ആടിപ്പാടി നടന്നു വരുമ്പോഴേ ദേ അങ്ങ് ദൂരെയായിട്ട് സൂര്യകാന്തി തോട്ടം കാണാം കേട്ടോ. പാടം കാണാം. സൂര്യകാന്തി പാടം എന്നാണല്ലോ പറയുന്നത്. ഇങ്ങനെ ഇത് കണ്ടോ, തെങ്ങും തോട്ടം, തെങ്ങും തോപ്പ് കാണാം. എല്ലാം തോട്ടമാണല്ലോ. ദേ ഇവിടെയായിട്ട് കാണുന്നതാണ് സൂര്യകാന്തി പൂക്കളാണ് നമ്മൾ ദേ ഈ കാണുന്നത് കേട്ടോ. വലിയൊരു ചെറിയൊരു സൂര്യകാന്തി പാടമാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് തന്നെ. ഇപ്പോഴും നമ്മൾ ഇതിനകത്ത് കയറിയിരിക്കുകയാണ്. 20 രൂപ ഇവിടെ കൊടുത്തെങ്കിൽ മാത്രമേ ഇവർ ഇതിനകത്തേക്ക് നമ്മളെ കയറ്റത്തുള്ളൂ കേട്ടോ. നല്ല രീതിയിൽ പൂക്കളൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, സുന്ദരപാണ്ഡ്യപുരത്ത് കമ്പിളി എന്ന് പറയുന്ന സ്ഥലത്തും ഇതുപോലെ വലിയ തോട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ഇവിടെയാണ് പൂവിട്ടിരിക്കുന്നത്. അത്രയ്ക്ക് നല്ല ഭംഗിയാണ് ഓരോ പൂവും കാണാനായിട്ട്. ദേ നോക്കിക്കേ എന്ത് രസമാണെന്ന്. സുരണ്ടയിലും ധാരാളമായിട്ട് സൂര്യകാന്തി പൂക്കൾ ഉണ്ട്. പൂക്കളുടെ കൃഷിയുണ്ട്. മഞ്ഞ കളറിൽ, അല്ലെങ്കിലും മഞ്ഞ കളറാണല്ലോ സൂര്യകാന്തി പൂ. എന്ത് രസമാണ് നിൽക്കുന്നത് നോക്കിക്കേ. അത്ര മനോഹരമാണ്. നമ്മൾ നേരിട്ട് കാണുന്ന കാഴ്ച ഉണ്ടല്ലോ, അതാണ് ഏറ്റവും മനോഹരമായ കാഴ്ച എന്ന് പറയുന്നത്. അത്രയ്ക്ക് ഏറെ വിശാലമായ രീതിയിലാണ് ഇവിടെ സൂര്യകാന്തി കൃഷി ചെയ്തിരിക്കുന്നത്. സൂര്യകാന്തിക്ക് പുറമെ പച്ചക്കറി കൃഷിയും അതുപോലെ ചെണ്ടുമല്ലി കൃഷിയും ഒക്കെ തന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ അപ്പുറത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ദേ നോക്കിക്കേ എത്ര വലിയ പൂവാണ് ഈ സൂര്യകാന്തി എന്ന്. അത്രയ്ക്ക് മനോഹരമാണ് കേട്ടോ. ഇവിടെ റീലൊക്കെ എടുക്കാനായിട്ട് ധാരാളം റീലും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് ധാരാളം മലയാളികളാണ് കൂടുതലായിട്ടും വരുന്നത്. ഇതുകൊണ്ട് അവർ ഫോട്ടോഷൂട്ട് ചെയ്യണം കേട്ടോ, സേവ് ദ ഡേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഇത് തേടി ഇന്ന് സുന്ദരപാണ്ഡ്യപുരത്ത് വരുന്നുണ്ട്. അത്രയ്ക്ക് മനോഹരമായ കാഴ്ച. ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഇവിടെ സൂര്യകാന്തി കൃഷി ചെയ്തിരിക്കുന്നത്. ഒരിക്കലെങ്കിലും നമ്മൾ വന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ് ഇത്. കുറഞ്ഞ ചിലവിൽ നമുക്ക് ബസ്സിൽ വന്നിട്ട് ഇതെല്ലാം തന്നെ കണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. തമിഴ്നാട്ടിൽ മാത്രമല്ല, കർണാടകയിലെ ഗൂഡല്ലൂർ പറയുന്ന സ്ഥലത്തും ഇതേപോലെ സൂര്യകാന്തി പാടങ്ങൾ ഒരുപാടുണ്ട്. അവിടെയാണ് ഏറ്റവും കൂടുതൽ സൂര്യകാന്തി കൃഷി ചെയ്യുന്നത്. നല്ല തണുത്ത കാറ്റും ഈ സൂര്യകാന്തി പൂക്കളൊക്കെ ആ കാറ്റിൽ ഇങ്ങനെ ആടുന്നതും അതിമനോഹരമായ കാഴ്ച അല്ലേ? അപ്പോഴേ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ദേ ഇതുവഴിയാണ് ഇറങ്ങുന്നത്. ഈ വലിയ തെങ്ങുംതോപ്പിന് അകത്തൂടെ കയറിയിട്ട് വേണം നമുക്ക് അപ്പുറം എത്താനായിട്ട്. തെങ്കാശിയിൽ നിന്ന് സുന്ദരപാണ്ഡ്യപുരം പോകുന്ന വഴിയിൽ ധാരാളം സൂര്യകാന്തി പാടങ്ങളുണ്ട്. അതും ചെറുതും വലുതുമായ ധാരാളം പാടങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ദേ ഇത് കണ്ടോ, ചുവന്നുള്ളി വിൽക്കാനും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഉണ്ടല്ലോ സൂര്യകാന്തി പാടമാണ്. ഏക്കർ കണക്കിന് കൃഷിയാണ്. നമ്മളിനി റോഡിലേക്കാണ് നടന്നു പോകേണ്ടത്. അങ്ങ് ദൂരെയായിട്ടാണ് റോഡ്, അറിയാമല്ലോ. ആ റോഡിൽ ചെന്ന് സ്റ്റോപ്പിൽ നിന്നെങ്കിൽ മാത്രമേ, ബസ് സ്റ്റോപ്പിൽ നിന്നെങ്കിൽ മാത്രമേ അവിടെ ബസ് നിർത്തുള്ളൂ. വഴി വെച്ച് കാണിച്ചു കഴിഞ്ഞാൽ അവർ ബസ് നിർത്തത്തില്ല. ദേ ഈ വരുന്ന ബസ്സിലാണ്, TNSTCയുടെ ഈ വരുന്ന ബസ്സിലാണ് നമ്മൾ തെങ്കാശിക്ക് പോകുന്നത്. 12 രൂപയാണ് ഇവിടുന്ന് തെങ്കാശിക്കാകുന്ന ടിക്കറ്റ് എന്ന് പറയുന്നത്. ഗ്രാമീണ പ്രദേശമായതുകൊണ്ടുണ്ടല്ലോ ബസ്സാണ് ഇവിടെയുള്ളവർ കൂടുതലായിട്ടും ആശ്രയിക്കുന്നത്.
പോകുന്ന വഴിക്ക് ധാരാളം കൃഷിയിടങ്ങളും ഗ്രാമീണ കാഴ്ചകളും ഒക്കെ തന്നെ നമുക്ക് കണ്ട് കേട്ട് പോകാനായിട്ട് സാധിക്കും. ദേ നോക്കിക്കേ, പച്ച പുതച്ചിരിക്കുന്ന നെൽപ്പാടങ്ങളാണ് നമ്മൾ കാണുന്നത്. ദേ ഇതാണ് അന്യൻ പാറ. ഇവിടെയാണ് അന്യൻ സിനിമയിലെ ഒരു സോങ് ഉണ്ടല്ലോ, റണ്ടക റണ്ടക, അത് ഷൂട്ട് ചെയ്തത് ദേ ഇവിടെയാണ്. സ്വകാര്യ വാഹനത്തിലാണ് നമ്മൾ വരുന്നതെങ്കിലുണ്ടല്ലോ, നമുക്ക് ഇവിടെ ഇറങ്ങി കാഴ്ചയൊക്കെ കണ്ട് സാവധാനം നമുക്ക് പോകാനായിട്ട് സാധിക്കും. ദേ ഇതൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരുന്നു അന്യൻ സിനിമയിലെ. ദേ അങ്ങനെ 10-15 മിനിറ്റത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ദേ തെങ്കാശി ന്യൂ സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ പോകുന്നത് ഇനി ചെങ്കോട്ടയ്ക്കാണ് കേട്ടോ. ചെങ്കോട്ടയ്ക്ക് എപ്പോഴും KSRTC ബസ് ദേ അവിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ചെങ്കോട്ടയ്ക്ക് ദേ ഈ KSRTC ബസ്സിൽ കയറിയിട്ട് നമ്മൾ നേരെ ഇനി ചെങ്കോട്ടയ്ക്കാണ് പോകുന്നത്. ചെങ്കോട്ടയിൽ നിന്ന് നമ്മൾ പോകുന്നത് തിരുമലക്കോവിലേക്കാണ്. ഇപ്പോഴും സമയം എന്ന് പറയുന്നത് 10:45, 11 മണിയോടെ അടുത്തിരിക്കുകയാണ്. തിരുവനന്തപുരം ഡിപ്പോയുടെ AT 333 ബസ്സിലാണ് നമ്മൾ 13 രൂപയുടെ ടിക്കറ്റ് എടുത്ത് ചെങ്കോട്ടയ്ക്ക് പോകുന്നത്. തെങ്കാശിയിൽ നിന്ന് ഏകദേശം ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് യാത്ര മാത്രമേ ഉള്ളൂ ചെങ്കോട്ടയ്ക്കായി. അപ്പോഴേ നമ്മൾ ഏകദേശം 11:10 കൂട്ടിയിട്ട് നമ്മൾ ചെങ്കോട്ട സ്റ്റാൻഡിൽ വന്നിരിക്കുകയാണ്. ഇവിടെ TNSTCയുടെ ബസ് മാത്രമല്ല, പ്രൈവറ്റ് ബസ്സും ഈ സ്റ്റാൻഡിൽ കയറും കേട്ടോ. ആ പോകുന്ന ബസ് കുറ്റാലത്തിന് പോകുന്നതാണ്. കുറ്റാലത്തിന് എപ്പോഴും ഇവിടുന്ന് പ്രൈവറ്റ് ബസ്സും അതുപോലെ തന്നെ TNRTCയുടെ ബസ്സും ഒക്കെ തന്നെയുണ്ട്. ഈ വരുന്ന പ്രൈവറ്റ് ബസ് ഉണ്ടോ, SRT, ഈ ബസ്സിലാണ് നമ്മൾ ഇന്ന് തിരുമലക്കോവിലേക്ക് പോകുന്നത്. തിരുമലക്കോവിലേക്ക് ഈ പ്രൈവറ്റ് ബസ്സും ഇതുകൂടാതെ തന്നെ TNSTCയുടെ ബസ്സും ഉണ്ട് കേട്ടോ. നല്ല തിരക്കായതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ കയറി സീറ്റ് പിടിച്ചു. എന്താണെന്നല്ലേ, ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് നമ്മുടെ ബസ് കടന്നു പോകുന്നത്. അപ്പം ഗ്രാമീണരായ ആൾക്കാരും ധാരാളമായിട്ട് നമ്മുടെ ബസ്സിലുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് ചെങ്കോട്ട ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്ന് ഓരോ 1/4 മണിക്കൂർ കൂടുമ്പോഴും ഉണ്ടല്ലോ തിരുമലക്കോവിലേക്ക് വണ്ടിയുണ്ട്. ഏകദേശം ഇപ്പം 12 മണിയോടെ അടുത്തിരിക്കുകയാണ്. 12 രൂപയാണ് ഒരാൾക്ക് തിരുമലക്കോവിലോട്ടുള്ള ടിക്കറ്റ് ഫെയർ ആകുന്നത്. തമിഴ്നാടിന്റെ ആ ഗ്രാമീണ കാഴ്ചകൾ നമുക്ക് പോകുന്ന വഴിയിലെല്ലാം ഏറെ ആസ്വദിച്ച് കണ്ടു പോകാനായിട്ട് സാധിക്കും. ഞാൻ ചെങ്കോട്ടയിൽ വന്നത് 11:10 ഞാൻ വരുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പ് തിരുമലക്കോവിലേക്ക് ഒരു ബസ് പോയിരുന്നു. ഏകദേശം ഒരു 1/4 മണിക്കൂർ ഇടവിട്ട് തിരുമലക്കോവിലേക്ക് TNSTCയുടെ ബസ്സും അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട്. ചെങ്കോട്ട സ്റ്റാൻഡിൽ വന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും ഏത് ബസ്സാണ് ഏത് ടൈമിങ്ങിലാണ് വരുന്നതെന്ന്. ഏകദേശം ഒരു 15-20 മിനിറ്റത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ തിരുമലക്കോവിലിൻ്റെ അടിവാരത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് ആ കാണുന്ന ആർച്ചാണ് തിരുമലക്കോവിലിൻ്റെ ആർച്ചാണ്. അടിവാരത്തെ ആർച്ചാണ് നമ്മൾ കാണുന്നത്. നമ്മൾ വന്ന ബസ്സാണ് ഈ കിടക്കുന്നത്. ഇതാണ് തിരുമലക്കോവിലിൻ്റെ അടിവാരം എന്ന് പറയുന്നത്. ഇതുവഴി നമുക്ക് നമ്മുടെ സ്വകാര്യ വാഹനങ്ങളിലൊക്കെ തന്നെ പോകാം, വാനൊക്കെ തന്നെ ഇതുവഴി പോകും. ഈ വഴി വാനൊക്കെ തന്നെ പോകും കേട്ടോ. അങ്ങ് ദൂരെ മുകളിലായിട്ടാണ് തിരുമലക്കോവിലുള്ളത്. നമ്മുടെ പളനി പോലെയൊക്കെ സാമ്യമാണ് ഈ തിരുമലക്കോവിൽ നമുക്ക് കാണാനായിട്ട്. അല്ലു അർജുൻ്റെ പുഷ്പ സിനിമ ഷൂട്ട് ചെയ്ത ഈ ലൊക്കേഷനിലാണ് കേട്ടോ. പുഷ്പ സിനിമയിലെ ശ്രീവല്ലി എന്ന് പറയുന്ന ഒരു സോങ് ഇല്ല, അതിൻ്റെ മിക്ക ഭാഗങ്ങളും ഇവിടെയൊക്കെ തന്നെയായിട്ടാണ് അവർ എടുത്തിരിക്കുന്നത്. ട്രാവലറും വാനും ഒക്കെ കയറിപ്പോകാനായിട്ട് 60 രൂപയും കാറിന് 50 രൂപയും ബൈക്കിന് 20 രൂപയാണ് ഇവിടേക്കുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത്. ഇതുവഴി മുകളിൽ നമുക്ക് പോകാനായിട്ട് സാധിക്കും. നമ്മൾ ഇതുവഴി നടന്നാണ് മുകളിലേക്ക് കയറുന്നത്. അതുപോലെ തന്നെ വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് പാർക്കിംഗ് ഏരിയയും ഇവിടെയുണ്ട്. ഇവിടെ ക്യൂ നിൽക്കുന്നത് കണ്ടോ, എന്തിനാണെന്നറിയോ, ഈ ബസ്സിൽ 10 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അടിവാരത്ത് നിന്ന് തിരുമലക്കോവിലേക്ക് പോകാനായിട്ട് സാധിക്കും. 10 രൂപയേ ഉള്ളൂ ഇതിന് വരുന്ന ടിക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെ മുഴുവനായിട്ട് പുഷ്പ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ് നമുക്ക് എങ്ങോട്ട് തിരിഞ്ഞാലും കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമ്മൾ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് കയറാണ്. ഈ കോവിലിനകത്തൂടെ വേണം ഉള്ളിലേക്ക് കയറാനായിട്ട്. ചെരുപ്പ് ഇവിടെ ഊരിയിട്ടതിന് ശേഷം മാത്രമേ നമുക്ക് അകത്തേക്ക് കയറാനായിട്ട് പറ്റുകയുള്ളൂ. ഏകദേശം സമയം എന്ന് പറയുന്നത് 12:00 അടുത്തിരിക്കുകയാണ്. ഇപ്പോഴേ നമ്മൾ മല കയറാനായിട്ട് പോവുകയാണ്. ഇവിടെ തമിഴിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് തമിഴ് അറിയാത്തത് കൊണ്ട് ഞാൻ അതൊന്നും വായിച്ചില്ല കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞിട്ട് ഈ സ്റ്റെപ്പ് ഏകദേശം 646-650 സ്റ്റെപ്പോളം ഉണ്ട് മുകളിലേക്ക് കയറാനായിട്ട്. പാറയിൽ കൊത്തിയെടുത്തേക്കുന്ന സ്റ്റെപ്പുകളാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇവിടുന്ന് കാണാനല്ലേ. ഇവിടെ ഒരു ചെറിയൊരു കോവിലുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളത് മുകളിലേക്ക് കയറുകയാണ്. ഇതെല്ലാം തന്നെ ഇത് പാറയിൽ കൊത്തിയെടുത്തേക്കുന്ന പടവുകളാണ് കേട്ടോ. ഏകദേശം 646 പടവുകളോളം ഇവിടെയുണ്ട്. പുഷ്പ സിനിമയിലൂടെയാണ് ഈ തിരുമലക്കോവിൽ ഫേമസ് ആകുന്നത്. ചെങ്കോട്ട സ്റ്റാൻഡിൽ നിന്ന് രാവിലെ 5:30 മുതൽ തിരുമലക്കോവിലേക്ക് ബസ്സുകൾ തുടങ്ങും. ഓരോ 45 മിനിറ്റ് ഇടവിട്ട് ബസ് സർവീസ് ഉണ്ട് കേട്ടോ. നമ്മൾ താഴ്വാരത്തേക്ക് നോക്കുമ്പോഴേ നമ്മൾ വന്ന കോവിലാണ് നമ്മൾ ഈ കാണുന്നത്. കോവിലിനെ അങ്ങ് മാറി അവിടെയായിട്ടാണ് നമ്മൾ ബസ് ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് കാറിൽ വന്നാൽ ഈ വഴിയാണ് പോകാനായിട്ട് സാധിക്കുന്നത്. അപ്പം നമ്മൾ നടന്ന് കയറുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ തന്നെ പട്ടികളൊക്കെ തന്നെ വിശ്രമിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. നായ്ക്കളൊക്കെ തന്നെ വിശ്രമിക്കുന്നുണ്ട്. ഇതുപോലെ പലയിടത്തും ഇങ്ങനെ കയറി ചെല്ലുമ്പോഴേ ആർച്ചൊക്കെ ഉണ്ട്, അതിനകത്ത് നമുക്ക് വിശ്രമിക്കാം. ഇവിടെ ആയിട്ടൊരു കോവിലുണ്ട് കേട്ടോ. അങ്ങ് അപ്പുറത്തായിട്ട് നമ്മൾ കാണുന്ന പശ്ചിമഘട്ട മലനിരകളാണ്, പച്ച പുതച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങ് താഴോട്ട് നോക്കുകയാണെങ്കിലുണ്ടല്ലോ അടിവാര
താഴ്വാരത്തെ കാഴ്ചകൾ നമുക്ക് ഏറെ കണ്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കും. ദേ മരമൊക്കെ നിൽക്കുന്ന കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് മുകളിലേക്ക് എത്തിച്ചേരുമ്പോഴേ അവിടെ ഉണ്ടല്ലോ നല്ല കാറ്റ് വീശും. അപ്പം നമുക്ക് മുകളിലേക്ക് കയറിപ്പം ഇതൊക്കെ പഴയ പടിയാണ് കേട്ടോ. ഇത് ഒരു മണ്ഡപമാണ് കേട്ടോ. മഴയും ഒക്കെ പെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് കയറിയിരിക്കുക, അതുപോലെ തന്നെ നമുക്ക് ക്ഷീണിക്കുമ്പോൾ നമുക്കിവിടെ കയറി വിശ്രമിക്കാനൊക്കെ വേണ്ട സൗകര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ഒരു സൗകര്യമില്ല, കല്ലുകൊണ്ട് കെട്ടിയേക്കുന്ന ഒരു മണ്ഡപമാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് കല്ലാണ് കേട്ടോ, കല്ല് കൊത്തിയെടുത്ത് പണിഞ്ഞേക്കുന്ന ഒരു മണ്ഡപമാണ് നമ്മൾ ഈ കാണുന്നത്. അതിനുള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി നമ്മൾ ഈ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ആണ് നമ്മൾ പോകുന്നത്. ഇവിടെ എത്തുമ്പോഴേ സ്റ്റെപ്പ് 2 രീതിയിൽ പിരിയും കേട്ടോ. ഇതൊന്ന്, ഇത് 2ആയിട്ട് പിരിയും. നമ്മൾ കയറി പോകുന്നത് ഈ മുകളിലോട്ടുള്ളതാണ്. ഇതുവഴി നമ്മൾ പോകുന്നില്ല ഇപ്പോൾ. അപ്പോൾ നമ്മൾ നേരെ മുകളിലോട്ട് കയറിയിട്ടാണ് നമ്മൾ പോകുന്നത് തിരുമല കോവിലേക്ക്. വലതുവശത്തൂടെ പോയി കഴിഞ്ഞാൽ കാഴ്ചകൾ ഏറെ കണ്ടു പോകാം. എന്നിരുന്നാലും ഞാൻ നേരെ മുകളിലേക്കാണ് കയറുന്നത്. ഈ വഴി ഇതിന് താഴെയായിട്ടുള്ള ഈ വഴി കൂടെയാണ് ബസ്സും വാനും ഒക്കെ, ബസ് കയറത്തില്ല, വാനും അതുപോലെ തന്നെ കാറും ബൈക്കും ഒക്കെ തന്നെ മുകളിലേക്ക് എത്തിച്ചേരുന്നത്. ഇവിടെ പുഷ്പ സിനിമയുടെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് ഇവിടെ. നമ്മൾ പുഷ്പ സിനിമയിലുണ്ടല്ലോ ജാക്കി വണ്ടി പഞ്ചർ ആകുമ്പോഴേ ജാക്കി വെക്കുന്നൊരു സീനില്ലേ, അത് ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ ശ്രീവല്ലി എന്ന് പറയുന്ന പാട്ടിലെ മിക്ക ലൊക്കേഷനും ഇവിടൊക്കെ തന്നെയാണ്. ഈ കാണുന്നത് പഴയ കൽപ്പടവുകളായിരുന്നു കേട്ടോ. നമുക്കത് കാണാനായിട്ട് സാധിക്കും. പണ്ട് പുരാതനമായിട്ടുള്ള കൽപ്പടവാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് ഇപ്പോഴത്തെ പുതിയ രീതിയിൽ കൊത്തിയെടുത്തിട്ടുള്ള കൽപ്പടവുകളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമുക്കത് കറക്റ്റ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് മുകളിൽ വരെ ഉണ്ട് കേട്ടോ. അന്ന് ഭയങ്കരമായ റിസ്ക് പിടിച്ചിട്ടാണ് തിരുമലക്കോവിലിൽ എത്തിയിരുന്നതെങ്കിൽ ഇന്ന് സുഗമമായിട്ട് നമുക്ക് തിരുമലക്കോവിലേക്ക് എത്താനായിട്ട് സാധിക്കും. നോക്കിക്കേ, ഇനിയും ഉണ്ട് കുറച്ചുകൂടെ നമുക്ക് നടക്കാനായിട്ട്. ഏകദേശം ഒരു 15-20 മിനിറ്റത്തെ നടത്തം മാത്രമേ ഉള്ളൂ ഇവിടേക്ക് എത്താനായിട്ട്. ഇവിടെ വരെയുള്ളൂ നമ്മുടെ വാഹനങ്ങളിൽ നമുക്ക് എത്തിച്ചേരാവുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇവിടെയാണ് വാഹനങ്ങളെല്ലാം തന്നെ പാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ വാഹനങ്ങളൊക്കെ തന്നെ പാർക്ക് ചെയ്തിട്ട് നടന്നു വേണം കോവിലിനുള്ളിലേക്ക് കയറാനായിട്ട്. അങ്ങ് ദൂരെയായിട്ട് നമ്മൾ വന്ന സ്ഥലം കാണാനായിട്ട് സാധിക്കും. അങ്ങ് ദൂരെ കണ്ടോ, പച്ച പുതച്ച് നിൽക്കുന്ന താഴ്വാരം, അടിവാരം നമുക്ക് കാണാം. അതുപോലെ നമ്മളിപ്പം നിൽക്കുന്നത് കണ്ടോ എത്ര മുകളിലാണെന്ന് നോക്കിക്കേ. ഇനി നമ്മൾ ഈ ആർച്ച് കടന്നിട്ട് വേണം തിരുമല കോവിലിലേക്ക് നമുക്ക് എത്താനായിട്ട്. പളനിയിലൊക്കെ കണ്ട അതേ കാഴ്ചകൾ, അതേ സാമ്യമായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെയായിട്ട് നമ്മൾ ആദ്യം കാണുന്ന ഒരു കടയാണ് കേട്ടോ. ഇവിടെ ഒട്ടുമിക്ക എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ വലിയൊരു ആൽമരം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഞായറാഴ്ച ആയതിനാൽ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത്. ചൂടിൻ്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് ഇതുപോലെ വെള്ള പെയിൻറ്റ് ഇവിടെ അടിച്ചിട്ടുണ്ട്. അതിൽ കൂടെ നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ നമ്മുടെ കാല് പൊള്ളത്തില്ല കേട്ടോ. ഇവിടെ ആദ്യം തന്നെ വലിയൊരു കോവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഉണ്ടല്ലോ, ഈ നിൽക്കുന്നത് വേപ്പാണ് കേട്ടോ. ഈ വേപ്പിൻ്റെ തണലിൽ വിശ്രമിക്കുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്. നല്ല ഭംഗിയാണ് ഇവിടെ ഏറെ കാണാനും അല്ലേ. പുഷ്പ സിനിമയിൽ രശ്മിക മന്ദാരിയും കൂട്ടുകാരും വരുന്നൊരു സീനുണ്ട്, അത് ഇവിടെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മൾ തിരുമല കോവിലിൻ്റെ മുൻപിൽ എത്തിയിരിക്കുകയാണ്. പളനിയെ പോലെ തന്നെ സാദൃശ്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് തിരുമലക്കോവിൽ എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ നമുക്ക് ദർശനത്തിനായിട്ട് രാവിലെ 6 മുതൽ 1:30 വരെയും വൈകിട്ട് 4:30 മുതൽ 8:15 വരെ നമുക്കിവിടെ കയറാം ക്ഷേത്രത്തിനകത്തെ. ഇപ്പം ഉച്ച ആയതുകൊണ്ട് താരതമ്യേന തിരക്ക് കുറവാണ്, എന്നാലും തിരക്കുണ്ട് ക്ഷേത്രത്തിലും. ക്ഷേത്ര ദർശനം നടത്തുമ്പോഴേ ഫോണൊക്കെ തന്നെ നമ്മൾ ഇവിടെ 5 രൂപ കൊടുത്ത് ഒരു ലോക്കറിനകത്ത് വെച്ചിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട്. 20 രൂപയുടെയും 100 രൂപയുടെയും ഒക്കെ സ്പെഷ്യൽ പാസുകൾ നമുക്ക് ലഭ്യമാണ്. അതുപോലെ നമുക്കിനി ഇതൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടിട്ട് വരാം. ദർശനം നടത്തി ഇതുവഴിയാണ് നമ്മൾ പുറത്തേക്ക് വരുന്നത്. ഇവിടെയും പുഷ്പ സിനിമയുടെ ഒരു ലൊക്കേഷൻ കൂടെയാണ് കേട്ടോ. അങ്ങ് ദൂരെയായിട്ട് ആ കാണുന്ന പാറ കണ്ടോ, അവിടെയും പുഷ്പ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ കാണുന്നതെല്ലാം കൃഷിയിടങ്ങളും തെങ്ങും തോപ്പും ഒക്കെ തന്നെയാണ് ഈ കാണുന്നത്. അങ്ങ് ദൂരെയായിട്ട് നമുക്കൊരു അണക്കെട്ടും കാണാനായിട്ട് സാധിക്കുന്നതാണ്. അത് ഞാൻ അപ്പുറത്ത് ചെന്നിട്ട് കാണിച്ചു തരാം നല്ല രീതിയിൽ. ഇത് കണ്ടോ, ഒരു മയിലിനെ കൊത്തി വെച്ചേക്കുന്നുണ്ടോ, എത്ര ഭംഗിയാണ് ഇവിടെ കൊത്തുപണികളൊക്കെ ചെയ്തേക്കുന്നത് നോക്കിക്കേ. ഈ മുകളിലായിട്ടാണ് പുഷ്പ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോഴേ നമുക്ക് ഇവിടുന്ന് നടന്ന് മുന്നോട്ട് പോകാം. ഏകദേശം 12:15 അടുത്തു. ചൂട് താരതമ്യേന കുറവാണ് കേട്ടോ. ഈ വെള്ള പെയിൻ്റ് അടിച്ച വരയിലോട്ട് ഇപ്പുറത്തൂടെ നടന്നാലും ചൂട് അധികം നമുക്ക് അനുഭവപ്പെടുന്നില്ല. നല്ല രീതിയിലുള്ള കാറ്റ് വീശുന്നതിനാലുണ്ടല്ലോ അത്രയ്ക്ക് നല്ല തണുപ്പാണ് ഇവിടെ നിന്ന് നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. അങ്ങ് ദൂരെയായിട്ട് നമുക്ക് ആ അണക്കെട്ട് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പേര് എനിക്കറിയാമായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. നല്ല രസമുണ്ട് കാണാനായിട്ടല്ലേ. അങ്ങ് ദൂരെ ആ കാണുന്നത് പശ്ചിമഘട്ട മലനിരകളാണ് കേട്ടോ. താഴെ ഇങ്ങ് കൃഷിയിടങ്ങളും ഒക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്, ഇത് തുറന്നിട്ടില്ല, പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇനി അവർ തുറന്നു കൊടുക്കുവോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല നമുക്ക്. അത് പൂട്ടിയിട്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെയായിട്ട് വലിയ ഈ കുന്നിൻ്റെ മണ്ടയ്ക്ക് മുകളിലായിട്ട് ഒരിക്കലും വറ്റാത്തൊരു കുളമുണ്ട്.
ഇത് കണ്ടോ, ഇതും പുഷ്പ സിനിമയിലെ പല ഭാഗങ്ങളും ഇവിടെയും ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്രയ്ക്ക് മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലേ. ചരിത്ര പ്രശസ്തമായ ഒരു ക്ഷേത്രം കൂടിയാണ് നമ്മൾ ഇന്ന് നിൽക്കുന്ന ഈ തിരുമലക്കോവിൽ ക്ഷേത്രം എന്ന് പറയുന്നത്. തിരുവരിശർ ശിവഗാമി അമ്മയാറാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത്. മുരുകൻ അഗസ്ത്യ മുനിക്ക് ദർശനം നൽകിയത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. ദേ ക്ഷേത്ര ഗോപുരം നമുക്കിവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. ദേ കുളം കാണാം, അതുപോലെ തന്നെ പശ്ചിമഘട്ട മലനിരകളും താഴ്വാരങ്ങളും കുന്നുകളും ഏറെ കണ്ട് ദേ ഈ കാണുന്നത് പാർക്കിംഗ് ഗ്രൗണ്ടാണ് കേട്ടോ. നല്ല കാലാവസ്ഥയാണ് നമുക്കിവിടെ അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. ഈ പാർക്കിംഗ് ഗ്രൗണ്ടും ഒക്കെ കണ്ട് നമുക്ക് ഏറെ നേരം ഇവിടെ ആസ്വദിച്ച് ഇരിക്കാനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കൂടുതലായും എത്തുന്നത് ടൂറിസ്റ്റുകളാണ് കേട്ടോ. ഭക്തജനങ്ങളെ ഒന്നും തന്നെ ഇവിടെ കാണാൻ സാധിച്ചില്ല. ദേ ആ ബസ് കണ്ടോ, ആ ബാരിക്കേഡിൻ്റെ അകത്ത് ഈ 10 രൂപയ്ക്ക് പോകാനായിട്ടുള്ള ബസ് വന്നിരിക്കും. അതിൽ കയറി നമുക്ക് താഴ്വാരത്തേക്ക് പെട്ടെന്ന് എത്തിച്ചേരാനും സാധിക്കും. ഇപ്പോൾ ഏകദേശം 2:45 അടുത്തിരിക്കുകയാണ്. കാലാവസ്ഥ ക്ലൈമറ്റ് ഇവിടെ മാറിയും തിരിഞ്ഞും ഒക്കെ വന്നുകൊണ്ടിരിക്കും. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാണ് കേട്ടോ. ഏകദേശം ഒരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് അടിവാരത്ത് നിന്ന് ബസ്സുണ്ട് ചെങ്കോട്ടയ്ക്ക്. ക്ഷേത്രം അടച്ചതിനാൽ ഇപ്പോൾ ഇവിടുന്ന് ബസ് താഴോട്ടില്ല. ഇപ്പം സമയം എന്ന് പറയുന്നത് 2:45 അപ്പം ക്ഷേത്രം അടച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ബസ് സർവീസ് അവർ 10 രൂപ ബസ് സർവീസ് നിർത്തും. ദേ അങ്ങനെ നടന്ന് താഴോട്ട് ഇറങ്ങിയാണ്. നമ്മൾ ഇറങ്ങുമ്പോൾ നല്ല രീതിയിൽ തന്നെ സൂക്ഷിക്കണം. മഴയൊക്കെ ആണെങ്കിലുണ്ടല്ലോ തെന്നി വീഴാനുള്ള സാധ്യത ഏറെയാണ്. പളനി മലയുടെ താഴ്വാരത്തേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബിൽഡിങ്ങുകളാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇവിടെ തികച്ചും വ്യത്യസ്തമായിട്ട് പച്ച പുതച്ച് വയ്ക്കുന്ന താഴ്വാരങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലേ. രാത്രിയൊക്കെ ആകുമ്പോഴത്തേനും വേറെ ലെവൽ വൈബായിരിക്കും. അങ്ങനെ നമ്മൾ അടിവാരത്തേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോഴേ കാറ്റിൻ്റെ ശക്തിയൊക്കെ കുറഞ്ഞ് നല്ല ചൂട് കാലാവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ വൈകുന്നേരങ്ങളിലും കാണാൻ ഭംഗിയാണ്. ചുറ്റും കടകളും ഒക്കെ തന്നെ നമുക്ക് ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് എല്ലാം തന്നെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഏകദേശം സമയം 2:55 3 മണിയോടെ അടുക്കുന്നു. ഇവിടുന്ന് 3:30 ഒരു ബസ്സുണ്ട്. അതിലാണ് ഞാൻ ഇന്ന് തെങ്കാശിക്ക് പോകുന്നത്. ഇവിടെ പൂക്കടകളും ദേ ചക്കയുണ്ട്. നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ചക്കയൊക്കെ ഇവിടെ കിലോ കണക്കിനും ചുളക്കണക്കിനുമാണ് റേറ്റൊക്കെ ആകുന്നത്. ദേ ഈ താഴ്വാരത്തെ കടകളൊക്കെ തന്നെ കണ്ടോ, വലിയൊരു ആൽവൃക്ഷം തന്നെ നമുക്ക് തണലേകി താഴ്വാരത്ത് ഉണ്ട്. ഇവിടെ ഓട്ടോ സ്റ്റാൻഡും ഇവിടെയാണ് ബസ് വരുന്നത് കേട്ടോ. ദേ ഏകദേശം 3:41 സമയം അടുക്കുമ്പോൾ നമ്മുടെ ബസ് ദേ ഈ വരുന്നുണ്ട്. TNSTCയുടെ ബസ്സാണിത്. ഇത് പോകുന്നത് ചെങ്കോട്ടയ്ക്കാണ്. 3:30 വരേണ്ട ബസ്സാണ് 3:40 സമയം ഇപ്പോഴാണ് വരുന്നത്. TNSTCയുടെ ചെങ്കോട്ടയ്ക്ക് സർവീസ് നടത്തുന്ന ബസ്സാണ് ഈ വരുന്നത്. ഇതിലാണ് നമ്മളിന്ന് പോകുന്നത്. ദേ 29C ബസ് നല്ല അടിപൊളി ബസ്സാണ് കേട്ടോ. ഇതെല്ലാം തന്നെ പുതിയ ബസ്സാണ്. അശോക് ലൈലാൻഡിൻ്റെ പുതിയൊരു ബസ്സാണ്. ഇവിടുന്ന് ചെങ്കോട്ടയ്ക്കാകുന്നത് 10 രൂപയാണ് ടിക്കറ്റ് ആകുന്നത് കേട്ടോ. ഇങ്ങോട്ട് 12 രൂപയാണ് പ്രൈവറ്റ് ബസ്സിന് എനിക്ക് ആയത്. അങ്ങനെ നമ്മളിനി ഗ്രാമീണ കാഴ്ചകളും ഒക്കെ തന്നെ കണ്ട് നമ്മൾ പെട്ടെന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റിനകം നമ്മൾ പെട്ടെന്ന് ചെങ്കോട്ടയിലേക്ക് എത്തുന്നതായിരിക്കും. തമിഴ്നാടിൻ്റെ ഗ്രാമീണ ഭംഗി, അതും ചെങ്കോട്ടയെ വർണ്ണിക്കാൻ വാക്കുകളില്ല കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് അടങ്ങുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ചെങ്കോട്ടയും തെങ്കാശിയും ഒക്കെ തന്നെ. അത്രയ്ക്ക് മനോഹരമായ ഒരിടം. സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ് തെങ്കാശിയും ചെങ്കോട്ടയും പരിസര പ്രദേശങ്ങളും ഒക്കെ തന്നെ. ഏകദേശം ഒരു 4:30 കൂടിയിട്ട് നമ്മളിതേ ചെങ്കോട്ട സ്റ്റാൻഡിൽ വന്നിരിക്കുകയാണ്. ഇവിടുന്ന് 5:15 തിരുവല്ലയ്ക്ക് പോകുന്ന ഒരു KSRTC ബസ് ഞാൻ ബുക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ധാരാളം ബസ്സുകൾ പുനലൂർക്കും കൊട്ടാരക്കരയ്ക്കും കൊല്ലത്തിനും ഒക്കെ തന്നെ സർവീസ് നടത്തുന്നുണ്ട്. ദേ ഞാൻ പോകുന്ന തിരുവല്ല ഡിപ്പോയുടെ RPC 929 ബസ്സിലാണ് ഞാൻ നാട്ടിലേക്ക് തിരുവല്ലയ്ക്ക് പോകുന്നത്. ഏകദേശം ഒരു 8:30-9 മണിയോട് കൂടിയിട്ട് നമ്മൾ തിരുവല്ല എത്തും. ഈ ബസ് പോകുന്നത് പത്തനംതിട്ട വഴിയാണ്. പുനലൂര്, പത്തനംതിട്ട, കോഴഞ്ചേരി, തിരുവല്ല വഴി കോട്ടയത്തിനാണ് ഈ ബസ് സർവീസ് നടത്തുന്നത്. ഇതും ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ്. പോക്ക് കണ്ടാലേ ഇത് സൂപ്പർ ഫാസ്റ്റ് ബസ്സാണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകും. ചെങ്കോട്ടയിൽ നിന്ന് 152 രൂപയാണ് നമുക്ക് തിരുവല്ലയ്ക്ക് ടിക്കറ്റ് ഫെയർ ആകുന്നത് ഒരാൾക്ക്. നമ്മുടെ മുമ്പിൽ പോകുന്ന ആ ബസ് തിരുവനന്തപുരത്തിനുള്ള ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് കേട്ടോ. അതും പുനലൂര് വഴിയാണ് പോകുന്നത്. ഇന്നത്തെ എൻ്റെ യാത്രയിൽ എനിക്ക് 500 രൂപയിൽ താഴെ മാത്രമേ ചിലവായിട്ടുള്ളൂ കേട്ടോ. ദേ ഇവിടെ ധാരാളം ആൾക്കാരുണ്ടല്ലോ. സ്വകാര്യ വാഹനങ്ങളിലൊക്കെ വരുന്നവരൊക്കെ തന്നെ ഇവിടെ നിർത്തി ഈ കാഴ്ചകളൊക്കെ തന്നെ കണ്ട് പുഞ്ചയിലൊക്കെ ഇറങ്ങിപ്പോയി അവിടുത്തെ കാഴ്ചകളും ഫോട്ടോസും ഒക്കെ എടുക്കുന്ന ഒരു ദൃശ്യം നമുക്കിവിടെ ഇന്ന് കാണാനായിട്ട് സാധിക്കുവേ. അത്രയ്ക്കും ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. 5:30 ഈ ബസ് ബുക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാനുണ്ടല്ലോ ഇന്നേ ദിവസം കുറ്റാലം കൂടെ പോയിട്ട് മാത്രമേ നാട്ടിലേക്ക് തിരിക്കത്തുള്ളായിരുന്നു. കുറ്റാലവും ചെങ്കോട്ടയിൽ നിന്ന് അടുത്താണ്. ചെങ്കോട്ടയിൽ നിന്ന് ധാരാളം ബസ്സുകൾ കുറ്റാലത്തേക്ക് സർവീസ് നടത്തുന്നുണ്ട്. ഓരോ യാത്രയുടെയും അവസാനം മറ്റൊരു യാത്രയുടെ തുടക്കമാണ്. അപ്പോഴേ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.